ഇസ്രായേൽ-ഇറാൻ വെടിനിർത്തലിൽ പ്രതികരണവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 12 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇസ്രായേൽ ചരിത്രപരമായ വിജയം നേടിയെന്നും അത് തലമുറകളോളം നിലനിൽക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാനെതിരായ യുദ്ധം വിശദീകരിച്ചുകൊണ്ട് പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിലായിരുന്നു നെതന്യാഹുവിന്റെ പരാമർശം. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിൽ ഇസ്രായേൽ ചരിത്രപരമായ വിജയം നേടിയെന്നും അത് തലമുറകളോളം നിലനിൽക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഇറാനിൽ നിന്ന് ആണവായുധങ്ങൾ വഴിയുള്ള ഭീഷണിയും 20,000 ബാലിസ്റ്റിക് മിസൈലുകൾ വഴിയുള്ള ഭീഷണിയും ഇസ്രായേൽ നീക്കം ചെയ്തു. ഇപ്പോൾ നടപടിയെടുത്തില്ലായിരുന്നുവെങ്കിൽ ഭാവിയിൽ ഇസ്രായേൽ നാശം നേരിടേണ്ടി വരുമായിരുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തലിന് യുഎസ് വഹിച്ച മധ്യസ്ഥതയെയും നെതന്യാഹു എടുത്തു പറഞ്ഞു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മികച്ച രീതിയിൽ പെരുമാറി. ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിലും ഇറാനിയൻ ആണവ ഭീഷണി നീക്കം ചെയ്യുന്നതിലും ട്രംപ് വഹിച്ച പങ്കിന് നെതന്യാഹു നന്ദി പറയുകയും ചെയ്തു. ഇസ്രായേലിനെ പിന്തുണച്ച് ഇറാനിൽ യുഎസ് നടത്തിയ ആക്രമണം സ്ട്രാറ്റജിക് അഫയേഴ്സ് മന്ത്രി റോൺ ഡെർമറുമായുള്ള നയതന്ത്ര പ്രചാരണത്തിന്റെ ഫലമാണെന്ന് നെതന്യാഹു പറഞ്ഞു. കൂടാതെ ഫോർഡോ ഭൂഗർഭ ആണവ കേന്ദ്രം നശിപ്പിച്ച അമേരിക്കൻ സേനയെ നെതന്യാഹു പ്രശംസിക്കുകയും ചെയ്തു. വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ട്രംപിനെപ്പോലുള്ള ഒരു സുഹൃത്ത് ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇറാന്റെ ആണവ പദ്ധതി ഇല്ലാതാക്കിയെന്നും ഇറാനിൽ ആരെങ്കിലും ആ പദ്ധതി പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ ആ ശ്രമവും ഇല്ലാതാക്കാൻ ഇസ്രായേൽ ദൃഢനിശ്ചയത്തോടെ പ്രവർത്തിക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകില്ലെന്നും ഇറാന്റെ അച്ചുതണ്ട് തകർന്നതോടെ മേഖലയിലെ രാഷ്ട്രങ്ങളുടെ സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും അച്ചുതണ്ട് ഇസ്രായേൽ തുറക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.